നമസ്കാരം. വിശാല കേരളം കാന്തപുരം എന്ന് വിളിക്കുന്നു സ്നേഹാദരങ്ങളോടെ. ഇസ്ലാമിക പൗരോഹിത്യ സമുച്ചയത്തിൽ ഷെയ്ഖ്, ശിഷ്യഗണങ്ങളിൽ ഉസ്താദ്. കാന്തപുരം ഷെയ്ഖ് AP അബൂബക്കർ മുസ്ലിയാർ ഓൺ റെക്കോർഡ് പരിപാടിയിൽ പങ്കെടുക്കാൻ സദയം സമയം കണ്ടെത്തിയതിന് നന്ദി. ഏറെ വിവാദങ്ങൾ കാന്തപുരം എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി അങ്ങ് സാൻ ഫ്രാൻസിസ്കോവിലേക്ക് വരെ പടർന്നേറിയ വിശാലമായ ഇസ്ലാമിക പ്രബോധന ദൌത്യം. അതിനിടയിൽ കേരളത്തിന്റെ എന്നും സങ്കീർണമായ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും, അവക്കിടയിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ എല്ലാവർക്കുമിടയിൽ സൗഹൃദം എന്ന സന്ദേശവുമായി, മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ എന്ന ലക്ഷ്യവുമായി 1999 നവംബറിൽ കാസർഗോഡ് നിന്ന് ഇങ്ങ് തിരുവനന്തപുരം വരെ കേരള യാത്ര. വിശാലമായ ഈ പശ്ചാത്തലത്തിൽ നിന്നും ഇപ്പോൾ ഈ സംഭാഷണം തുടങ്ങുമ്പോൾ കാന്തപുരം എന്താണ് കേരളത്തിലെ ജനസഹസ്രങ്ങളോട് പറയുക? എനിക്ക് എന്നും ഒരേ വാക്ക് മാത്രമാണ് പറയാനുള്ളത്. ആദ്യമായി മനുഷ്യനായി ജീവിക്കണം. മതങ്ങളും ജാതിയും വിശ്വാസവുമെല്ലാം വ്യത്യസ്തമായിരിക്കാം. പക്ഷെ എല്ലാ മതങ്ങളും എല്ലാ വിശ്വാസക്കാരും മനുഷ്യരാണ് എന്നതുകൊണ്ട് മനുഷ്യനെ മനുഷ്യനായി കാണാൻ എല്ലാവർക്കും സാധിക്കണം. അതോടൊപ്പം മുസ്ലിം സമുദായം ഇസ്ലാമിക വിശ്വാസം കൃത്യമായി വിശ്വസിക്കുകയും അത് മുറുകെ പിടിക്കുകയും കർമ്മ പദ്ധതികൾ മാതൃകാപരമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയി ലോകത്തിന് മുഴുക്കെ മാതൃകയായ ജീവിതം മുസ്ലിം സമുദായം മറ്റുള്ളവർക്ക് കാഴ്ചവെച്ച് എല്ലാ ജനങ്ങളെയും ആകർഷിപ്പിക്കുകയും എല്ലാവരെയും സന്തോഷത്തോടുകൂടി അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ജീവിതം നയിക്കണമെന്നാണ് മുസ്ലിം സമുദായത്തോട് പ്രത്യേകിച്ച് പറയാനുള്ളത്. മുഴുവൻ ജനങ്ങളോടും ഞങ്ങൾ എപ്പോഴും പറയുന്നത്, നിങ്ങളുടെ ജാതിയോ നിങ്ങളുടെ മതമോ നിങ്ങളുടെ വിശ്വാസമോ മനുഷ്യർ തമ്മിലുള്ള സംഘട്ടനത്തിന് വഴി ആകരുത്. മനുഷ്യനെ മനുഷ്യനായി കാണാനും രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനും സമാധാനത്തിനും സൗഹൃദത്തിനും സഹിഷ്ണുതയ്ക്കും വേണ്ടി യത്നിക്കാനും നിങ്ങൾക്ക് സാധിക്കണം. ഇതാണ് ഇസ്ലാമിക സന്ദേശം. ഈ സന്ദേശമാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. അത് തന്നെയാണ് ഇപ്പോഴും. പ്രത്യേകമായ മാറ്റം ഒന്നും ഇല്ല. വളരെ കലുഷിതമായ ഒരു സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അങ്ങ് 5 വർഷം മുമ്പ് നടത്തിയ കേരള യാത്ര, അതിനുശേഷം ഇപ്പോഴുള്ള കേരളത്തിന്റെ അവസ്ഥ, അത്തരം യാത്രകൾ, അത്തരം ദൌത്യങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ എന്തെങ്കിലും നിർണായകമായ നന്മകൾ ഉണർത്തിയിട്ടുണ്ടോ? അല്ല, ഫലം അങ്ങയെ സംബന്ധിച്ചിടത്തോളമെങ്കിലും നിരാശയാണ്? ഞങ്ങളുടെ യാത്രയും പ്രവർത്തനവും മൂലം നന്മയും ഗുണവും ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു സത്യമാണ്. പക്ഷേ മനുഷ്യ പ്രകൃതി ഇടയ്ക്കിടെ അവരെ ഉണർത്തിക്കൊണ്ടിരിക്കുകയും ഇടയ്ക്കിടെ പരിവർത്തനത്തിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയും വേണമെന്നത് മനുഷ്യ പ്രകൃതിയാണ്. ആ നിലക്ക് ജനങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രകൃതിപരമായ ചില ചിന്താഗതികളും കുഴപ്പങ്ങളും ഇപ്പോൾ അല്പം കാണുന്നതിൽ ഖേദമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആ പ്രവർത്തനവും ദൌത്യവും നിർത്തിക്കളയാതെ വീണ്ടും പ്രവർത്തിക്കണമെന്നത് അനിവാര്യമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ സുപ്രീം കൌൺസിൽ ചെയർമാനായി
എന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന SYS അടുത്ത ദിവസം കേരളത്തിലുടനീളം ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്, നടത്തുകയാണ്. ആ ക്യാമ്പയിന്റെ ലക്ഷ്യം തന്നെ കേരളത്തെ കൊലക്കയറിൽ നിന്ന് മോചിപ്പിക്കുക, രക്ഷിക്കുക, സുരക്ഷാ സംവിധാനം ലോകത്തിന് നേർന്നു കൊടുക്കുക. SYS എന്ന് പറഞ്ഞാൽ സുന്നി യുവജന സംഘം, സമസ്ത കേരള സുന്നി യുവജന സംഘം. അങ്ങനെ ജനങ്ങൾ ആഡംബര ജീവിതത്തിലൂടെയും അധാർമികതയിലൂടെയും നാശത്തിലേക്ക് വഴി തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും ജനങ്ങളെ മോചിപ്പിച്ചെടുക്കാൻ ബോധവൽക്കരണം നടത്തുക ഇത് അനിവാര്യമാണ്. ഒരിക്കൽ കേരളയാത്രയിലൂടെ അത് ചെയ്തുവെങ്കിൽ ഇന്ന് മറ്റൊരു പ്രമേയത്തിലൂടെ ഞങ്ങളുടെ സംഘടന തന്നെ ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ നമ്മുടെ പ്രവർത്തനം ഫലപ്രദമല്ല എന്ന് ഒരിക്കലും പറഞ്ഞുകൂടാ, ഫലപ്രദം തന്നെയാണ്. പിന്നെയും പിന്നെയും ഉണ്ടാകുന്നതിൽ നമുക്ക് നിരാശപ്പെടാൻ പാടില്ല. നേതൃത്വത്തിന് പ്രത്യേകിച്ചും നിരാശ എന്നത് ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും ജനങ്ങളെ നല്ലതിലേക്ക് ക്ഷണിക്കുകയും സൗഹാർദ്ദത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യാൻ കാലഘട്ടത്തിന് അനുയോജ്യമായ അനിവാര്യമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പുതിയ വർത്തമാനകാലത്തിൽ നിന്ന് നമുക്ക് അങ്ങയുടെ ബാല്യത്തിലേക്ക്, ശൈശവത്തിലേക്ക് പോകാമെങ്കിൽ അവിടെ നിന്ന് ആവേശകരമായ പല വിവരങ്ങളുമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് അങ്ങയുടെ അഭിമന്യ പിതാവ് അഹമ്മദ് ഹാജി അങ്ങയുടെ ബാല്യത്തിൽ തന്നെ ബാപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പോൾ ഉമ്മ കുഞ്ഞീമ ഹജ്ജുമ്മ അവരോട് മക്കളുടെ കാര്യം ബാപ്പ പറഞ്ഞപ്പോൾ ഓത്തിന് അയച്ച് അവരെ ധർമ്മപ്രബോധനത്തിന്റെ വഴിയിൽ ഞാൻ ഒരുക്കാം എന്ന് ഉമ്മ പറഞ്ഞു. ആ പശ്ചാത്തലത്തിലൊക്കെ ആ ബാല്യത്തെക്കുറിച്ച്, ശൈശവത്തെക്കുറിച്ച് വായിച്ചപ്പോൾ പിതാവിനെ കുറിച്ച് ഇങ്ങനെയൊരു പരാമർശം: തനിക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ നിന്ന് ജന്മിക്കിഷ്ടമില്ലെന്ന കാരണത്താൽ ഒരു നാളികേരം പോലും സ്വന്തമായി ഉപയോഗിക്കാതെ അദ്ദേഹം സൂക്ഷ്മത പുലർത്തി എന്ന് പറയുന്നു. ഹലാൽ അനുസരിച്ചിട്ടുള്ള ഒരു ജീവിത രീതി, അല്ലെങ്കിൽ അത് അനുസരിച്ചിട്ടുള്ള ഭക്ഷണം മാത്രം, നമുക്ക് വിധിക്കാത്തത്, നമുക്ക് അർഹമല്ലാത്തത് ഒന്നും സ്പർശിക്കരുത്. അത്രയും മൗലികമായ നന്മയിലൂന്നിയ, ധാർമ്മികതയിലൂന്നിയ ഒരു പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് അങ്ങ്. ആ ധർമ്മനീതികൾ ഈ സങ്കീർണമായ ലോകത്ത്, ഭൗതിക ജീവിതത്തിൽ പുലർത്താൻ പറ്റുന്നുണ്ടോ? തീർച്ചയായും അത് പുലർത്താൻ സാധിക്കും. എന്റെ പിതാവ് എന്റെ ചെറുപ്പത്തിൽ പഠിപ്പിച്ച അതേ മാർഗം തന്നെയാണ് ഞാൻ ഇന്ന് തുടർന്നു വരുന്നത്. അതിന് വ്യക്തമായ ഉദാഹരണം ആണ് ഞാൻ നടത്തുന്ന ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനം എന്നോണം വളർന്നു വന്ന മർക്കസ് സഖാഫത്തി സുന്നിയ, സുന്നി കൾച്ചറൽ സെന്റർ. കോഴിക്കോട് ജില്ലയിൽ കാരന്തൂർ എന്ന പ്രദേശത്താണ് അതിന്റെ ഹെഡ് ഓഫീസും സ്ഥാപനങ്ങളിൽ പ്രധാനമായതും നിലകൊള്ളുന്നത്. അതിന്റെ ബ്രാഞ്ചുകൾ എന്നോണം കേരളത്തിലുടനീളവും ഇന്ത്യയുടെ വ്യത്യസ്ത കേന്ദ്രങ്ങളിലും പഠിപ്പിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും ഇരിക്കുന്നു. ഇവിടെയെല്ലാം ഓരോ ഇനവും വകമാറി ചിലവഴിക്കാതെ അനാഥകളുടേത് അനാഥകൾക്ക് തന്നെ, പണ്ഡിതരുടേത് പണ്ഡിതർക്ക് തന്നെ, സാധാരണക്കാരുടേത് സാധാരണക്കാർക്ക് തന്നെ, അങ്ങനെ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് ഞങ്ങൾ സംഭരിക്കുന്ന സംഭാവനകളും സഹായങ്ങളും കൂട്ടിക്കുഴക്കാതെ, കൂട്ടിച്ചേർക്കാതെ പൂർണ്ണമായും അതിന്റെ യഥാർത്ഥ അവസ്ഥയിൽ തന്നെ ചെലവഴിക്കുകയും അതിന് ഞാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ മറ്റു പ്രവർത്തകരോ എന്തെങ്കിലും കമ്മീഷൻ പറ്റുകയോ അവിഹിതമായി എടുക്കുകയോ ചെയ്യാതെ വളരെ സൂക്ഷ്മതയോടുകൂടി കൊണ്ടുവരുന്നു. ഇത് നമ്മുടെ രക്തവും മജ്ജയും മാംസവും ഹലാലായ ഭക്ഷണം കഴിച്ച് ഹലാലായ വെള്ളം കുടിച്ച് അഥവാ അനുവദനീയമായ മാർഗത്തിലൂടെ വളരണമെന്നും അങ്ങനെ വളർന്നവർക്ക് മാത്രമേ പാരത്രിക മോക്ഷം സിദ്ധിക്കുകയുള്ളൂ എന്നും ഞങ്ങളുടെ ഉറച്ച വിശ്വാസവും
ഞങ്ങൾ പഠിച്ചതും ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ തുടക്കം എന്റെ പിതാവ് പഠിപ്പിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യാറുണ്ട്. സൂക്ഷിക്കുന്ന ആളുകൾക്ക് എന്ത് കലങ്ങിമറഞ്ഞ അന്തരീക്ഷത്തിലും സൂക്ഷ്മത പാലിക്കാൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കലങ്ങി മറഞ്ഞ അന്തരീക്ഷം എന്ന് കാന്തപുരം പറയുമ്പോൾ തീർച്ചയായും ഈ ധർമ്മനിഷ്ഠയുടെ തുടർച്ചയിൽ അങ്ങ് നേരിടേണ്ടി വന്ന അഗ്നിപരീക്ഷണങ്ങൾ തന്നെയായിരിക്കും മനസ്സിൽ. വായിച്ച് കേട്ടതായി ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു കേട്ടതായി ഓർമ്മയുണ്ട്. ഒരു പള്ളിയുടെ ഫണ്ട് സംബന്ധിച്ചുള്ള സാമ്പത്തിക ആരോപണത്തിന് അങ്ങ് വിധേയനായിരുന്നു. അതൊക്കെ മനസ്സിൽ ഉണ്ടാകും. ഏറ്റവും ഒടുവിൽ മർക്കസിന്റെ കാര്യത്തിൽ തന്നെ ചില തൽപര കേന്ദ്രങ്ങളായിരിക്കാം അങ്ങയുടെ ചില പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുകയുണ്ടായി. ഇത്തരം അനുഭവങ്ങൾ മുൻനിർത്തി എന്താണ് പറയാനുള്ളത്? താങ്കൾ പറഞ്ഞതുപോലെ ഇവിടെ തൗഹീദ് പ്രചരിപ്പിക്കാൻ വന്ന ലക്ഷത്തിൽ പരം പ്രവാചകർ എല്ലാം വലിയ വലിയ അഗ്നിപരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടാണ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ഞാനും എന്റെ അനുയായികളും എന്റെ പ്രസ്ഥാനവും ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന ഏക കാരണത്താൽ ധാരാളം അഗ്നി പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നു എന്നതൊരു സത്യമാണ്. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ പള്ളിയുടെ പണം സംബന്ധിച്ചും അതിനുശേഷം ഇപ്പോൾ മർക്കസ് സഖാഫത്തി സുന്നിയെ സംബന്ധിച്ചും എല്ലാം പറയുന്നവർക്ക് തന്നെ അതിന്റെ സത്യം അറിയാവുന്നതും ഇല്ലെങ്കിൽ തന്നെ അവർക്ക് പിന്നീട് അത് ബോധ്യപ്പെട്ടിട്ടുള്ളതും ആണ്. പള്ളിയുടെ പ്രശ്നത്തെ സംബന്ധിച്ച് അത് നിർവഹിക്കാൻ എന്നെ ഏൽപ്പിച്ച വ്യക്തി തന്നെ കേരളത്തിൽ വരികയും ഞാൻ പറഞ്ഞതാണ് സത്യമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ ഈ കുപ്രചരണം നടത്തിയവർ നിരാശരാവുകയാണ് ഉണ്ടായത്. അതുപോലെ മർക്കസ് സഖാഫത്തി സുന്നിയ എന്ന ഈ സ്ഥാപനം അനധികൃതമായി അതിന്റെ പ്രവർത്തനം നടക്കുന്നില്ലെന്ന് ലോക ജനത വിശ്വസിക്കുന്നതും അതിന്റെ പേരിൽ അതിലേക്ക് സഹായഹസ്തങ്ങൾ നീട്ടുന്നതും ആണ്. ഇപ്പോഴും അതേ നിലയിൽ തന്നെ ആ സ്ഥാപനത്തിന് ജനങ്ങൾ സഹായഹസ്തങ്ങൾ നീട്ടുന്നുണ്ട്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ 27 കൊല്ലത്തിൽ ഇതുവരെയില്ലാത്ത അത്രയും അധികം വിദ്യാർത്ഥികളാണ് ആ സ്ഥാപനത്തിൽ ഈ വർഷം അപേക്ഷിച്ചിട്ടുള്ളത്. ഞങ്ങൾ സെലക്ഷൻ നടത്തി, അതിൽ പരീക്ഷ നടത്തി അവർക്ക് സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളും എണ്ണം വളരെ അധികമാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള കണക്കിൽ തന്നെ 15,000 വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിന്റെ കീഴിൽ വിദ്യ അഭ്യസിക്കുന്നതായി കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തില് പെട്ടെന്ന് കാന്തപുരത്തിന്റെ ഈ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഏതാണ്ട് 300ഓളം അല്ലെങ്കിൽ 100 കണക്കിന് ഉപവിദ്യാലയങ്ങൾ, 10,000-ഓളം മദ്രസകൾ, അങ്ങനെ വലിയ ഒരു സമുച്ചയം ഇത് നടത്തിക്കൊണ്ടുപോകുന്ന കാര്യത്തില് യഥാർത്ഥത്തില് ഒരുപക്ഷെ ഇന്നിപ്പോ കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക വിദ്യാഭ്യാസ സമുച്ചയമായി അങ്ങയുടെ നേതൃത്വത്തിലുള്ള ഈ സ്ഥാപനം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ അസൂയ പൂട്ട ഇവിടുത്തെ മുസ്ലിം സമുദായത്തിലെ ഇതര വിഭാഗങ്ങൾ നടത്തുന്ന ചില കുപ്രചരണങ്ങളും നേരിടേണ്ടി വരാറില്ലേ? തീർച്ചയായും ഉണ്ട്. ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ കൊല്ലങ്ങളായി പ്രവർത്തിച്ചിട്ടും ഈ സ്ഥാപനത്തിന്റെ വളർച്ചയോ അതിന്റെ പകുതിയോ കാൽഭാഗമോ വളർച്ച ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കാത്തതിന്റെ പേരിൽ അസൂയ ഉണ്ടാവുക സ്വാഭാവികമായി ആണല്ലോ. ആ അസൂയയിൽ നിന്ന് ഉടലെടുത്തതാണെന്ന് അവരുടെ ലേഖനങ്ങളിൽ നിന്നും പത്ര പ്രസ്താവനകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്റെ സ്ഥാപനമായ മർക്കസ് എന്ന ഒരേ ഒരു സ്ഥലത്ത് തന്നെ ഇപ്പോൾ 8,000-ലധികം വിദ്യാർത്ഥികൾ താമസിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ബ്രാഞ്ചുകൾ എന്നോണം ഡൽഹി, ബാംഗ്ലൂർ, മദ്രാസ് തുടങ്ങിയ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും മറ്റ് ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും ധാരാളം സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു.
ഇന്ത്യയുടെ ഒരറ്റമായ ബംഗാളിൽ വരെ ഈ സ്ഥാപനത്തിന്റെ കീഴിൽ മദ്രസകളും മറ്റ് മത പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ സ്വാഭാവികമായും അസൂയക്കാർ ഉണ്ടാകാമെന്നത് സംശയിക്കേണ്ടതില്ല. ഈ അസൂയയിൽ നിന്ന് ഉടലെടുത്തതാണ് താങ്കൾ ചോദിക്കുന്ന അല്ലെങ്കിൽ താങ്കളുടെ ചോദ്യത്തിൽ നിന്ന് ഊഹിക്കപ്പെടാവുന്ന ആരോപണങ്ങൾ എന്ന് വ്യക്തമായും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു 1.5 വർഷം മുമ്പ് മാതാ അമൃതാനന്ദമയുമായി ഇതുപോലുള്ള ഒരു അഭിമുഖ സംഭാഷണത്തിൽ ഞാൻ ഒരു ചോദ്യം ഉന്നയിച്ചു. എവിടെ നിന്നാണ് ഇത്രയും വലിയ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും നടത്താനുള്ള പണം? നമ്മുടെ നാട്ടുകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം ചോദിക്കാനുള്ള ഇതാണല്ലോ. അതുകൊണ്ട് ഇതിന്റെ ഈ സാമ്പത്തിക സംവിധാനത്തെക്കുറിച്ച് എന്താണ് അങ്ങേക്ക് നാട്ടുകാരെ അറിയിക്കാനുള്ളത്? അവരെന്ത് മറുപടി പറഞ്ഞുകൊണ്ട് എനിക്കറിയില്ല. എന്റെ മറുപടി, ഞങ്ങൾ ചാരിറ്റി ബോക്സസ് എല്ലാ സ്ഥലങ്ങളിലും പാവപ്പെട്ടവരുടെയും കഴിവുള്ളവരുടെയും വീടുകളിലും അവരുടെ കച്ചവട സ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിലെല്ലാം ഈ ധർമ്മ പട്ടികകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ഓരോ മാസം പൂർത്തിയാകുമ്പോൾ റിസീവർമാർ പോവുകയും അതിൽ നിന്ന് കാശുകൾ കളക്ട് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യുന്നു. അത് ഇവിടെ മാത്രമല്ല, ഗൾഫ് നാടുകളിലും ഉണ്ട്, ഉത്തരേന്ത്യൻ നാടുകളിലും ഉണ്ട്. അങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഇന്ത്യക്ക് പുറത്തുമുള്ള ഇന്ത്യക്കാരായ പല ആളുകളുടെയും സ്ഥലങ്ങളിൽ വെച്ച ധർമ്മപ്പട്ടികളിൽ നിന്ന് കിട്ടുന്നതാണ് ഞങ്ങളുടെ വരുമാനത്തിൽ നിന്ന് വലിയ ഭാഗം. കൂടാതെ സ്വദേശത്തും വിദേശത്തുമുള്ള നല്ലവരായ ആളുകൾ നിയമവിധേയമായി ഞങ്ങൾക്ക് സംഭാവന നൽകാറുണ്ട്. വിദേശത്തു നിന്ന് സംഭാവന സ്വീകരിക്കുന്നതിന് ഹോം മിനിസ്ട്രിയും അതുപോലെ റിസർവ് ബാങ്കും എല്ലാം അംഗീകരിച്ചു തന്ന, ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച ശരിയായ അക്കൗണ്ടിലൂടെ ഞങ്ങൾ കാശ് വരുത്താറുണ്ട്. അങ്ങനെ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമുള്ള പൊതുജനങ്ങളുടെ സംഭാവനകളാണ്, വിശിഷ്യ പാവപ്പെട്ടവരുടെ സംഭാവനകളാണ് കൂടുതൽ ഞങ്ങൾക്ക് ഉള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നത്. എന്തൊക്കെ തർക്ക വിതർക്കങ്ങൾ ഇന്നത്തെ പശ്ചാത്തലത്തിലുണ്ടെങ്കിലും ഈ ഇൻഫർമേഷൻ ടെക്നോളജി, വിവര സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള ഏറ്റവും പുതിയ ശാസ്ത്ര വിദ്യാഭ്യാസത്തിൽ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുന്നോട്ടാണെന്നാണ് നമ്മളിപ്പോൾ ആശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമ്മേക്കാളും മുമ്പോട്ട് വരുന്ന കർണാടകം പോലെയുള്ള സംസ്ഥാനങ്ങളുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ കുറെയൊക്കെ പിന്നാക്കം നിന്ന എന്ന രീതിയിൽ വിശേഷിപ്പിക്കപ്പെട്ട മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ IT സ്ഥാപനങ്ങൾ, അതൊരു പക്ഷേ IT തലത്തിൽ ഒരു ജില്ല എന്ന നിലയിൽ മറ്റു ജില്ലകൾക്കെല്ലാം ഉപരിയായിട്ട് മലപ്പുറം ജില്ലയിൽ ചില സമഗ്രമായ IT വിദ്യാഭ്യാസ ശൃംഖലകൾ ഉണ്ടായി. അങ്ങയുടെ സ്ഥാപനം പോലും ഇപ്പോൾ ഏറ്റവും പുതിയ IT വിദ്യാഭ്യാസ സൗകര്യങ്ങൾക്ക് വേണ്ടി ആസൂത്രണങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞു. ആ പശ്ചാത്തലത്തിലാണ് ചോദിക്കുന്നത്, യഥാർത്ഥത്തിൽ ഈ സാങ്കേതിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള മുന്നേറ്റത്തിനു വേണ്ടിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വളർച്ചയും വികാസവും ഇസ്ലാമികമായ ആത്മീയതയുടെ ഭദ്രതയുടെ മേൽ എന്തെങ്കിലും ആഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? ഭൗതികമായ അനുവദനീയമായ ഏത് വിദ്യയും അനിവാര്യമാണെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഗോളശാസ്ത്രം, തത്വശാസ്ത്രം തുടങ്ങിയ വിദ്യകൾ പഠിപ്പിച്ച പ്രവാചകരും പണ്ഡിതന്മാരും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടെക്നിക്കൽ വിദ്യാഭ്യാസമോ അതുപോലുള്ള ഏത് ഭൗതിക വിദ്യാഭ്യാസമോ വളർന്നു വരുന്നതിന് ഒരിക്കലും ഇസ്ലാം എതിരല്ല. പക്ഷേ ധാർമ്മിക വിദ്യ അതോടൊപ്പം നൽകാതെ വിദ്യാർത്ഥികളെ കയറൂരി നാം വിട്ടാൽ ഇവരുടെ വിദ്യാഭ്യാസം കൊണ്ട് സമുദായത്തിനും നാടിനും അവർക്ക് തന്നെയും വിപത്തായിരിക്കുമെന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് എപ്പോഴും ധാർമ്മിക ബോധത്തിലും ധാർമ്മിക ചിന്തയിലും വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കണം. അത് മുസ്ലിം സമുദായമല്ലാത്തവർക്കും ധാർമ്മിക ബോധം ഉണ്ടാക്കി കൊടുക്കണം. ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ മുസ്ലിംകളും അല്ലാത്തവരും പഠിക്കുന്നുണ്ട്. ITC, ആർട്സ് കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഇതെല്ലാം ഞങ്ങൾ ധാരാളം നടത്തുന്നുണ്ട്. ഈ നടത്തുന്നതിലെല്ലാം എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ട്.
അവർക്ക് ഞങ്ങൾ പ്രത്യേകമായി മോറൽ ക്ലാസുകൾ നടത്തുകയും ധാർമ്മിക ബോധം അവർ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഇസ്ലാമിക വിശ്വാസവും ഇസ്ലാമിക വിജ്ഞാനവും മുസ്ലിംകൾക്ക് മാത്രമായും നൽകുന്നു. അങ്ങനെ ധാർമ്മിക ബോധം ഇല്ലാത്ത ഒരു വിദ്യ ഇവിടെ ഉണ്ടെങ്കിൽ അത് ആപത്താണ്. ഇന്ന് നാം തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നും അല്ലെങ്കിൽ നക്സലൈറ്റുകളെന്നും ഒക്കെ പറയുന്ന ചിലർ രാജ്യത്തുണ്ടാക്കി തീർക്കുന്ന കുഴപ്പങ്ങൾ അവർക്ക് വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടല്ല. ഒറ്റയടിക്ക് വിദ്യാഭ്യാസമില്ലാത്തവരാണ് ഈ ചെയ്തതെന്ന് പറയാൻ എനിക്ക് സാധ്യമല്ല. വിദ്യാഭ്യാസം അവർക്കുണ്ട്. പക്ഷേ അവരുടെ ധാർമ്മികതയിൽ ഊന്നിക്കൊണ്ടല്ലാത്തത് കൊണ്ട് അവരുടെ വിദ്യ രാജ്യത്തിന്റെ നാശമായി വരുന്നു. ഇവിടെ ഒരു ചോദ്യം ശ്രീ കാന്തപുരം, അതായത് ഇവിടെ മുസ്ലിം ലീഗ് ഏതൊരു മുന്നണിയിൽപ്പെട്ട് ഭരണത്തിലായാലും നമ്മുടെ ഈ സമീപകാലത്തെ ഒരു 1-2 ദശാബ്ദങ്ങളിലെ അനുഭവം, മുസ്ലിം ലീഗാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അതിനെന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ? അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേക ഗുണങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ് അങ്ങയുടെ നിരീക്ഷണം? മുസ്ലിം ലീഗ് ഇവിടെ കേരളത്തിൽ മന്ത്രിസഭയിൽ വരുമ്പോൾ എപ്പോഴും ഒരു 2ാം സ്ഥാനം അവർക്കാണ് MLA-മാരുടെ എണ്ണം കൊണ്ട് ഉണ്ടാകുന്നത്. വകുപ്പുകളിൽ ഏറ്റവും ഉന്നതമായ ആഭ്യന്തരം തുടങ്ങിയവ മുഖ്യമന്ത്രി ഏറ്റെടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുപോലുള്ള ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ, പിന്നീട് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൊടുക്കാൻ ഈ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിംകൾക്ക്, മുസ്ലിം ലീഗിന് അർഹതയുള്ളത് കൊണ്ടായിരിക്കാം അവർക്ക് കൊടുക്കുന്നത്. പക്ഷേ അവർ പലപ്പോഴും ഈ സ്ഥാനം ദുരുപയോഗപ്പെടുത്തുകയും നിഷ്പക്ഷത അതിൽ കാണിക്കാതെ ഇരിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇന്ന് അഭിപ്രായ വ്യത്യാസങ്ങളും കുഴപ്പങ്ങളും അവർക്കിടയിൽ വർദ്ധിച്ചിട്ടുള്ളത്. അതിന് മറ്റൊരാൾ വന്ന് അവരും നീതി ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കെതിരെയും അതുണ്ടാകും. നീതിയാണ് നമുക്ക് ആവശ്യം. ഏത് സമുദായം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്താലും പ്രത്യേക സമുദായത്തിന് മാത്രം ഉയർച്ച നൽകാതെ കേരള രാജ്യത്തിന് പൊതുവായ വീക്ഷണത്തിലൂടെ വിദ്യാഭ്യാസം ഉണ്ടാകാൻ മന്ത്രിസഭ പ്രവർത്തിക്കണം. അത് പ്രവർത്തിച്ചാൽ എപ്പോഴും നാട്ടിൽ നേട്ടമുണ്ടാകും. ഇപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ധാർമ്മിക അടിസ്ഥാനത്തെക്കുറിച്ച് കാന്തപുരം ഇപ്പോൾ ഇവിടെ അടിവരയിട്ട് പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ വിദ്യാഭ്യാസ മന്ത്രിമാരായിരിക്കുന്ന കാലയളവുകളിൽ, ഈ കാലം ഉൾപ്പെടെ, വിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റത്തിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരുപക്ഷെ കാന്തപുരത്തെ പോലെ വളരെ വിശാലമായ ഒരു വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപന സമുച്ചയത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളോടെങ്കിലും അവർ അന്വേഷിക്കാറുണ്ടോ, കൂടിയാലോചിക്കാറുണ്ടോ? ഭരണാധികാരികൾ എന്ന നിലക്ക് എല്ലാ മതങ്ങളും എല്ലാ ചിന്താഗതിക്കാരും പഠിക്കുന്ന സ്ഥാപനമാണല്ലോ സ്കൂളുകൾ. അതിനാൽ അവിടെ ഒരളവോളം മാത്രമേ ധാർമ്മിക വിദ്യാഭ്യാസം നടപ്പിൽ വരുത്താൻ ഗവൺമെന്റിന് കഴിയുകയുള്ളൂ. ഏത് ഗവൺമെന്റ് ആയിരുന്നാലും അത്രമാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ വിദ്യാഭ്യാസ സമയമല്ലാത്ത മറ്റു സമയങ്ങളിൽ വിദ്യാർത്ഥികളെ ധാർമ്മിക വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരികയും സത്യസന്ധത അവർക്ക് പഠിപ്പിക്കുകയും ചെയ്യാൻ മതപണ്ഡിതന്മാരാണ് കൂടുതൽ യോജിക്കേണ്ടതും കൂടുതൽ പ്രവർത്തിക്കേണ്ടതും. അത് ഒരളവോളം ഞങ്ങൾ ചെയ്തു വരാറുണ്ട്. എങ്കിലും ഈ താങ്കൾ പറഞ്ഞതുപോലെ ഈ ഭരണാധികാരികൾ പണ്ഡിതന്മാരോടുള്ള കൂടിയാലോചനയും അവരുമായുള്ള ചർച്ചയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം ഭദ്രത വരുത്താൻ കഴിയുമെന്നും കലാലയങ്ങളിലെ രാഷ്ട്രീയവും കലാലയ കുഴപ്പങ്ങളും ഇല്ലാതെയാക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് എന്റെ അഭിപ്രായം. ഇത് സംബന്ധിച്ച ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊരു അന്വേഷണം കൂടി, ഒരുപക്ഷെ വളരെ സാങ്കേതികമായ
അല്ലെങ്കിൽ സാധാരണ മാധ്യമ ശൈലിയിലുള്ള ഒരു ചോദ്യമായിരിക്കാം ഇത്, എങ്കിൽ ക്ഷമിക്കുക. അതായത് ഇപ്പോഴും അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഏത് മുന്നണിയിലായാലും മുസ്ലിം ലീഗിന് രണ്ടാമത്തെ പ്രധാന കക്ഷി എന്ന MLA ബലം ഉള്ളതുകൊണ്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ അഭ്യുദയത്തിനും ഉന്നമനത്തിനും, പ്രത്യേകിച്ചും പൊതുവായ സമൂഹത്തിന്റെ ഉന്നമനത്തിനും മുസ്ലിം ലീഗ് എന്നുള്ള രാഷ്ട്രീയ കക്ഷിയുടെ സ്ഥാപനവും അതിന്റെ വളർച്ചയും നിലനിൽപ്പും എത്രത്തോളം പ്രയോജനപ്പെട്ടിട്ടുണ്ട്? അങ്ങയുടെ നിരീക്ഷണം എന്താണ്? മുസ്ലിം ലീഗ് സമുദായത്തിന് മൊത്തത്തിൽ പുരോഗതിയുണ്ടാക്കുന്ന വിഷയത്തിൽ ശ്രദ്ധിക്കാതെ പോവുകയും താൽപര്യമുള്ളവർക്ക് മാത്രം സഹായഹസ്തങ്ങൾ നീട്ടുകയും ചെയ്തു എന്ന കാരണം കൊണ്ടാണ് ഇവിടെ മുസ്ലിം ലീഗിനോട് മുസ്ലിമീങ്ങളിൽ തന്നെ ഒരു വലിയ വിഭാഗം എതിർപ്പ് വരാൻ കാരണം. രാഷ്ട്രീയം ഏതായിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രീയം ഇല്ലാത്തവരാണ്. ആര് ഭരിച്ചാലും നീതി പുലർത്തണം, ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന നിർദ്ദേശവുമായി ഞങ്ങൾ അവരെ മുമ്പിൽ ചെല്ലും. ഞങ്ങൾക്ക് സ്ഥാപനങ്ങളോ ഞങ്ങൾക്ക് വല്ല പദ്ധതികളോ ഉണ്ടെങ്കിൽ അവരെ മുമ്പിൽ വെക്കും. ഇതല്ലാതെ രാഷ്ട്രീയമായി ഞങ്ങൾക്ക് ഒരു പ്രത്യേക താല്പര്യവും ഇല്ല. എങ്കിൽ പോലും മുസ്ലിം ലീഗിനെ മാത്രം തുണക്കുന്നില്ല എന്ന കാരണം കൊണ്ട് കേരളത്തിലെ വലിയ ഭൂരിപക്ഷം ജനങ്ങളെയും അവർ വെറുപ്പിച്ചിട്ടുണ്ട് എന്നതിന്റെ പേരിലാണ് അവരുമായി പിണക്കം വരാനുള്ള ചില കാരണങ്ങൾ. എന്നല്ലാതെ ഇവിടെ ഏതെങ്കിലും ഒരു കക്ഷി ആയതുകൊണ്ട് മറ്റുള്ളവർ വെറുക്കുന്നു എന്നതല്ല. ആകയാൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മനുഷ്യനെ മനുഷ്യനായി കാണുകയും മാനുഷിക വളർച്ചയ്ക്ക് ആവശ്യമായത് ചെയ്തു കൊടുക്കുകയും കൂട്ടത്തിൽ സമുദായത്തിനും സമുദായത്തിലെ വിദ്യാർത്ഥികൾക്കും വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ആവശ്യമായ എല്ലാ സഹായങ്ങളും രാഷ്ട്രീയത്തിന് അതീതമായി കക്ഷിത്വത്തിന് അതീതമായി ചെയ്തു കൊടുത്താൽ ഇവിടെ കൂടുതൽ വിദ്യ അഭ്യസിക്കാൻ കഴിയും, സമാധാനമുണ്ടാകും, സമരങ്ങൾ കുറയും, തൊഴിലുകൾ വർദ്ധിക്കും, ജനങ്ങൾക്ക് ഐശ്വര്യവും ഉണ്ടാക്കാൻ കഴിയും. ലോകം അംഗീകരിച്ച ഒരു ഭരണ സംവിധാനമാണല്ലോ ജനാധിപത്യം. ആ ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വളരെ നിർണായകമായ പ്രസക്തിയുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നായകന്മാർക്ക് മാത്രമേ ജനജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ അവസാനത്തെ വാക്ക് പറയാനുള്ള അധികാരമോ അർഹതയോ ഉള്ളൂ എന്നുള്ള ഒരു ധാരണ ഇപ്പോഴും നിലനിൽക്കുന്നത് പോലെ, ഉദാഹരണത്തിന് കാന്തപുരത്തെ പോലെ പ്രബുദ്ധമായ ഒരു ചിന്താ സരണിയുടെ ഉടമസ്ഥൻ, അല്ലെങ്കിൽ ചരിത്രബോധത്തോടുകൂടി വർത്തമാനകാല പ്രശ്നങ്ങളെ സമീപിക്കാൻ സമ്യക്കായ ഒരു ബോധത്തിന്റെ ഉടമ, ഇങ്ങനെയുള്ള പുരോഹിത നായകന്മാർ മിക്കവാറും എല്ലാ സമുദായങ്ങളിലും മതങ്ങളിലുമുണ്ട്. പക്ഷെ ഇവരുമായി കൂടി കാഴ്ചകൾ നടത്താതെയോ സംഭാഷണങ്ങൾ നടത്താതെയോ അവരൊക്കെ യാഥാസ്ഥികന്മാർ എന്നുള്ള നിലയിൽ കരുതുകയും എന്നാൽ തങ്ങളുടെ മാർഗമാണ് ശരി എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, അത് ഒരു പ്രശ്നമായിട്ട് തോന്നിയതുകൊണ്ടാണ് അങ്ങയുടെ അഭിപ്രായം ഈ കാര്യത്തിൽ ഞാൻ ചികഞ്ഞ് നോക്കിയത്. വീണ്ടും ക്ഷമിക്കുക. തികച്ചും താങ്കൾ പറഞ്ഞത് അതെ ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് മത പണ്ഡിതന്മാരും മറ്റ് ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഏത് മതത്തിൽപ്പെട്ട നേതാക്കളും ഉണ്ടെങ്കിൽ അവരും ആയി ഒരു കൂടിയാലോചനയും നമ്മുടെ രാജ്യത്തിന് ഏതാണ് നല്ല രീതിയെന്ന് ആലോചിക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയത്തിന്റെ വളർച്ചയ്ക്കു കൂടി നല്ലതാണ്, രാജ്യത്തിന്റെ നന്മക്കും നല്ലതാണ്. ഈ മന്ത്രിയായി വരുന്ന ആളെല്ലാം നേരത്തെ ട്രെയിനിങ് ചെയ്ത് പൂർണ്ണമായ ആളല്ല, പുതുതായി കയറി വരികയാണ്. അദ്ദേഹത്തിന്റെ വിജ്ഞാനം വളർത്താനും വികസിപ്പിക്കാനും ഒക്കെ ഇത് ഉപകാരമാണ്. അത് ഒരു സംവിധാനം അതിനുണ്ടാകണം എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. യഥാർത്ഥത്തിൽ SYSന്റെയോ അല്ലെങ്കിൽ സമസ്തയുടെ മറ്റ് പ്രസ്ഥാന ഘടകങ്ങളുടെയോ സമ്മേളനങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ മനുഷ്യ കൂട്ടായ്മകളായി തീരാറുണ്ട്. ദശലക്ഷക്കണക്കിന് ആളുകൾ. അത് ഒരു 4-5 ദിവസം തുടർച്ചയായി നടന്ന സമ്മേളനങ്ങൾ പോലും തന്നെ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്.
അഖിലെ പിന്നെ അങ്ങ് തന്നെ നടത്തിയ കേരള യാത്ര, ഇതിന്റെയൊക്കെ ഒരു അനുഭവ പശ്ചാത്തലത്തിൽ എന്റെ ആ രംഗത്തുള്ള അവസാനത്തെ ചോദ്യമാണ്. അതായത് ഈ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷി ഉണ്ടായിരുന്നില്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട നിരവധി നേതാക്കന്മാർ കേരളത്തിലെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഇന്നുള്ളതിനേക്കാളും നിർണായകമായ രംഗത്ത് വരുമായിരുന്നുവോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? മുസ്ലിം ലീഗ് ഇല്ലായിരുന്നുവെങ്കിൽ മറ്റ് രാഷ്ട്രീയത്തിൽ വരുമെന്നുള്ളത് തീർച്ചയാണല്ലോ. ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും. ഞങ്ങളെപ്പോലെ ഞങ്ങൾക്ക് എല്ലാ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയമില്ലാത്തവരും വേണം, അവരുടെ എല്ലാ സഹായവും വേണം എന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നതൊഴിച്ചാൽ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാവാം. അപ്പോൾ ഇവിടെ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ ഈ മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്നവർ മറ്റേതെങ്കിലും രാഷ്ട്രീയത്തിൽ പോകും, പ്രവർത്തിക്കും എന്നത് തീർച്ചയാണ്. ആര് പ്രവർത്തിച്ചാലും അവര് രാജ്യത്തിന്റെ നന്മ പൊതുവായി കാണണം, എങ്കിൽ മാത്രമേ സമാധാനം ഉണ്ടാവാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാനിത് ചോദിക്കാൻ വേറൊരു കാരണം, ഈ കുറച്ച് ഒരു 10-30 കൊല്ലം മുമ്പ് വരെയൊക്കെ ഞാൻ മലബാറിൽ നിന്നാണ്, ഞാൻ കണ്ണൂരിൽ നിന്നാണ്. അപ്പോൾ ഈ കോഴിക്കോടൊക്കെ പ്രവർത്തിച്ച ആ കാലഘട്ടത്തില് സാധാരണ ഈ കോൺഗ്രസ് വൃത്തങ്ങളിൽ കേൾക്കുന്ന ഒരു പദമുണ്ട്, ദേശീയ മുസ്ലിം. ഞാൻ എന്നിട്ട് 1-2 പേരോട് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ മർഹൂം അബ്ദുൽ റഹ്മാൻ സാഹിബിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ അവരൊക്കെ ദേശീയ മുസ്ലിം, അത് തൊട്ട് ഇങ്ങേറ്റ ആര്യാടൻ മുഹമ്മദ് വരെ ദേശീയ മുസ്ലിം. അപ്പൊ ഞാൻ ചോദിച്ചു, ദേശീയ മുസ്ലിം എന്ന് കോൺഗ്രസ്സുകാർ പറയുന്നു, അപ്പൊ ദേശീയ അല്ലാത്ത മുസ്ലിങ്ങളുണ്ടോ? വെറുതെ ചെറുപ്പക്കാരായതുകൊണ്ട് ചോദിച്ചതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു വേർതിരിവ്, അങ്ങനെയുള്ള ഒരു ദുർവാസന ചില കാലങ്ങളിലെങ്കിലും നിലനിന്നിരുന്നില്ലേ? അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ദേശീയ മുസ്ലിം എന്നതുകൊണ്ട് അവരെന്താണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല. പൊതുവെ ദേശത്തിന് വേണ്ടി പൊതുവായ കാര്യങ്ങളിൽ പൊതുവായി പ്രവർത്തിക്കുന്നവർ എന്ന അർത്ഥമാണ് എങ്കിൽ അത് എല്ലാ മുസ്ലിംകളും അങ്ങനെ ആവണം. അതേസമയത്ത് ദേശീയ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ കൈവിടാൻ ഒരിക്കലും പാടില്ല. മുസ്ലിം ഇസ്ലാമിനെ അതിന്റെ ശരിയായ രീതിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ദേശത്തിന് വേണ്ടി, നാടിനു വേണ്ടി, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അതാണ് ദേശീയ മുസ്ലിം എങ്കിൽ എല്ലാവരും ദേശീയ മുസ്ലിം ആയേ പറ്റൂ. യഥാർത്ഥത്തില് മുസ്ലിം സമൂഹത്തിന്റെ രാജ്യസ്നേഹത്തെക്കുറിച്ച് അങ്ങ് ചെയ്ത കാർഗിൽ പ്രഭാഷണങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഏറ്റവും രാജ്യസ്നേഹോദ്ദീപകമായ രീതിയിലുള്ള പ്രഭാഷണങ്ങളായിരുന്നു കാന്തപുരം ആ കാലഘട്ടത്തിൽ നിർവഹിച്ചിരുന്നത്. അതിനുശേഷം ഒരു ഹിന്ദു മൌലികവാദികളുടെ ഇടപെടൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരുത്തിയ മാറ്റങ്ങൾ, അത്തരം നിലപാടുകളെക്കുറിച്ച് ഇവിടുത്തെ ഹൈന്ദവ രാഷ്ട്രീയ മേഖലകളിലുണ്ടായ വ്യാഖ്യാന ഭേദങ്ങളെ തുടർന്ന് അന്നത്തെ നിലപാട് യഥാർത്ഥത്തിൽ വ്യക്തമാക്കിയതിന്റെ ശക്തി പോരാ എന്നോ അതിന് കുറച്ചുകൂടി അടിവരയിട്ട് പറയേണ്ടുന്ന കാര്യമുണ്ടോ എന്നോ ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഈ ഹൈന്ദവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും മറ്റ് മതത്തോട് വൈരാഗ്യവും എതിർപ്പും വെച്ചു പുലർത്തുന്നവരാണ് എന്ന് എനിക്ക് വിശ്വാസമില്ല, എനിക്ക് അഭിപ്രായമില്ല. ഹൈന്ദവരും ഇവിടെ സമാധാനത്തിൽ ജീവിക്കണമെന്ന് കരുതുന്നവരും അവരുടെ വിശ്വാസത്തിൽ മുന്നോട്ട് പോകണമെന്ന് ഉദ്ദേശിക്കുന്നവരും മറ്റ് മുസ്ലിം സമുദായമോ ക്രിസ്തീയ വിഭാഗമോ അവരുടെ വിശ്വാസത്തിൽ പോകുന്നതിന് വിരോധമില്ലെന്ന് കരുതുന്നവരും തന്നെയാണ്. പക്ഷേ താങ്കൾ സൂചിപ്പിച്ച പോലെ ഏതാനും കാലങ്ങൾക്ക് ശേഷക്കിടയിൽ ഹൈന്ദവ വിഭാഗത്തിൽ ഏതാനും ചില ആളുകൾക്ക് ഇവിടെ ഹൈന്ദവവൽക്കരിക്കണം, എല്ലാവരും അത് സ്വീകരിക്കണം എന്ന ചിന്തയുമായി പുറത്ത് വരാറുണ്ടല്ലോ. അങ്ങനെ ഏക സിവിൽ കോഡിന്റെ വാദവുമായി എല്ലാം വരാറുണ്ട്. ഈ വാദം ഒരിക്കലും ബുദ്ധിപരമായി അംഗീകരിക്കാവുന്നതല്ല. അതുപോലെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കും വിരുദ്ധമാണ്. എല്ലാ ഭരണഘടനയും മാറ്റിവെച്ച് സ്വന്തം ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ തന്നെ വിവിധ മതങ്ങളും വിവിധ ജാതികളും വിവിധ ആശയക്കാരുമുള്ള ഇന്ത്യ രാജ്യത്ത് ഒരേക ചിന്താഗതി വരണം എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ്, വാസ്തവ വിരുദ്ധമാണ്.
ഒരിക്കലും നടക്കാത്ത കാര്യവും ആണ്. അങ്ങനെ ചിലർ ഇന്ന് ബാധിക്കാൻ തുടങ്ങിയതും രാജ്യത്ത് കുഴപ്പങ്ങൾ വരുത്തി തീർക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ബോധവൽക്കരണം നടത്തണം. അവരെയും നമുക്ക് ചിലപ്പോഴെങ്കിലും അങ്ങേ പോലെയുള്ള വളരെ മിതത്വമാർന്ന പുരോഹിതന്മാരുമായി സംഭാഷണം നടത്തവേ ഞാൻ ഒരു കാര്യം അന്വേഷിക്കാറുണ്ട്. അതായത് ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളെ കുറിച്ചുള്ള സങ്കല്പം, അതിന്റെ ഒരു ദേശീയ വീക്ഷണവും അതിന്റെ ഒരു അന്തർദേശീയ വീക്ഷണവും. ഇവിടെ ഹിന്ദു വർഗീയവാദം ഇവിടെ വേര് പിടിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതൊരു ചോദ്യമാണ്, വെറും സൈദ്ധാന്തികമായ ഒരു അന്വേഷണം എന്ന് കരുതിയാൽ മതി. ലോകതലത്തിൽ ഹൈന്ദവ സമുദായം വളരെ ന്യൂനപക്ഷമാണ്. തീർച്ചയായും ക്രൈസ്തവ, ഇസ്ലാമിക, സാമൂഹ്യ വിഭാഗങ്ങൾക്ക് ശേഷം പിറകിലാണ്. അപ്പോൾ അതേസമയം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് മാത്രം ഒരുപക്ഷെ രാഷ്ട്രീയ